ഈ വീഡിയോ ഞങ്ങൾ കോയമ്പത്തൂരുള്ള ആദിയോഗി സ്റ്റാച്യു കാണാൻ പോകുന്നതാണ്. ആദിയോഗിയുടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണാം. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞ് ഒരു 15 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ ആദിയോഗിയുടെ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം എത്തുമ്പം ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ 11 കിലോമീറ്റർ അപ്പുറമാണ്. രണ്ട് വാക്ക് പറയും. കുതിരയിലാണ് ഇവിടെ കുതിരവണ്ടി അല്ല, കാളവണ്ടി ഇല്ലത്. നമ്മള് പോകും. കേട്ടില്ല. നമ്മൾ ആദ്യം ശിവന്റെ ബാക്ക് പോവാണ്. ശിവന്റെ ഇൻട്രോ തക തക തക. രസമുണ്ടല്ലേ? നല്ല വലുതാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് കാണുമ്പോ നല്ല വലിയ സ്റ്റാച്യു ആണ്. അതെ, അതുപോലെ തന്നെ സ്ഥലം നോക്കി ഫുള്ള് മലയാട്ടോ. ഭാഗം മല. ഇവിടെ വേറെ ഒരു വീടും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് വാക്ക് പറയും. ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആണ്, ഒരുപാട് ആളുകളുണ്ട്. സൺഡേ മാക്സിമം ആരും വരാണ്ടിരിക്കാം. ഞങ്ങൾ വന്ന് പെട്ടു. നമുക്കിതാ പാർക്കിംഗ് വരുന്നത് അങ്ങ് ദൂരെയാണ് കേട്ടോ. നമ്മളതിലേക്ക് ഇറങ്ങി പോകണം. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ആണ് നമ്മുടെ രാവിലെ 6 മണി തൊട്ട് നൈറ്റ് 8 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ് വരുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് ഷോ ഉള്ളത് 7 മണിക്കാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ടായിരിക്കും കൂടുതലും ആളുകൾ വരാം. ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹോട്ടൽസോ അധികം ഫുഡ് സ്റ്റോളോ കാര്യങ്ങളൊന്നുമില്ല. ഈ സ്റ്റാച്യുവിൻ്റെ ഓപ്പോസിറ്റ് നേരെ കുറച്ച് ദൂരെയായിട്ട് ഒരു ഫുഡ് സ്റ്റോളുണ്ട്. അവിടെ അധികം ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല, ജസ്റ്റ് സ്നാക്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മിൽക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ടീ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റോസ് മിൽക്ക് ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കൂടുതലാണ്. പക്ഷേ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ആവറേജ് ആയിരുന്നു. ഞങ്ങൾ 2 കാറിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാറ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. മാമൻ്റെ കാറിലാണ് അച്ഛനും അമ്മയും മാമിയും സിയമോളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ വരാൻ കുറച്ചൊന്ന് ലേറ്റായി. ഞങ്ങൾ എത്തുമ്പം ഏകദേശം ഒരു 4 മണി 4:30 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ലൈറ്റ് ഷോ കണ്ടിട്ട് പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കണ്ട, ഒരാൾ പ്രാർത്ഥിക്കാനാണ്. ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. എടുക്കണ്ട, പൊട്ടിയതല്ലേ? ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഷാർപ്പ് 7 മണിയാകുമ്പം ഇവിടെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ആയിട്ട് അവർ അനൗൺസ് ചെയ്യും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, എല്ലാവരും ഇരിക്കണമെന്ന്. നമ്മൾ താഴെയാണ് ഇരിക്കേണ്ടത്. ഇരിക്കാൻ പറ്റുന്ന ചെയറോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തൊരു സ്ഥലമാണ് നേരെ. അപ്പം അവിടെ എല്ലാവരും ഇരിക്കുക ചെയ്യുക. ലൈറ്റ് ഷോയുടെ വീഡിയോ ഓൾറെഡി ഞാൻ ഈ പേജിൽ ഇട്ടതുകൊണ്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നില്ല. കാണാത്തവർ കാണേണ്ട ഒന്നാണ്. ശരിക്കും ഇത് ഡയറക്റ്റ് കാണുന്ന ആ ഒരു ഫീൽ നമുക്ക് വീഡിയോയിലൂടെ കിട്ടില്ല. ഡയറക്റ്റ് കാണുമ്പോൾ നമുക്കിപ്പം ഭക്തി ഇല്ലാത്ത ആളുകൾക്ക് പോലും ഭക്തി വന്നു പോകുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ലൈറ്റ് എഫക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ BGMഉം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ലൈറ്റ് ഷോ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കയറി. അത്യാവശ്യം തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു.
അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്താൻ വേണ്ടി ഏകദേശം ഒരു മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് നൈറ്റായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.